കുറേ സംഭവങ്ങൾ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ മെസ്സേജ് എടുത്തപ്പോൾ ഈ കടം കയറി പൂട്ടുന്നതായിട്ട് മെസ്സേജ് കണ്ടു. ഒരു റൂമിൽ കോളിംഗ് ബെല്ലടിക്കും. ഇവർ ചെന്ന് നോക്കുമ്പോൾ ആളില്ല. ആ റൂമിൽ നിന്ന് കോളിംഗ് ബെല്ല് വരും. ആ റൂമിൽ നിന്ന് അങ്ങനെ അവിടെ നൈറ്റ് ഡ്യൂട്ടി ചെയ്യുന്ന നേഴ്സുമാർ ആ ഫ്ലോറിൽ എത്തിക്കഴിഞ്ഞാൽ ആൾ നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഡോറ് തനിയെ അടയും. ചോദിച്ചത് കർത്താവിൻ്റെ ബൈബിളിൽ നിന്ന് തന്നെ ഞാൻ മെസ്സേജ് ചോദിച്ചപ്പോൾ ബൈബിളിലുള്ള മെസ്സേജ് ഇങ്ങനെയാണ്. അതായത് ഈ ഹോസ്പിറ്റലിൽ നടക്കുന്ന മന്ത്രവാദങ്ങളെക്കുറിച്ച് നിങ്ങൾക്കറിയാവോ? ഹോസ്പിറ്റലിൽ നടക്കുന്ന മന്ത്രവാദങ്ങൾ പല ഹോസ്പിറ്റലിലും, കേരളത്തിൻ്റെ പല ഹോസ്പിറ്റലുകളിലും ആഭിചാരങ്ങൾ നടക്കുന്നുണ്ട്. ഒരു ഹോസ്പിറ്റലിൻ്റെ കഥ ഞാൻ പറയാം. ഒരു ഹോസ്പിറ്റലിൽ ഒരു ഫ്ലോറിൽ ആഭിചാരങ്ങൾ നടക്കുമായിരുന്നു. മന്ത്രവാദികൾ വരുമായിരുന്നു, മന്ത്രവാദങ്ങൾ നടത്തുന്നുണ്ട്. അങ്ങനെ അത് എൻ്റെ മുമ്പിൽ വന്ന ഒരു വിഷയമാണത്. എറണാകുളത്തുള്ള ഒരു ഹോസ്പിറ്റലാണ്, ഹോസ്പിറ്റലിൻ്റെ പേര് പറയത്തില്ല. അങ്ങനെ ആ ഹോസ്പിറ്റലിൽ സ്ഥിരമായി ആഭിചാര കർമ്മങ്ങൾ. അപ്പോൾ അവിടെ നൈറ്റ് ഡ്യൂട്ടി ചെയ്യുന്ന നേഴ്സുമാർ ആ ഫ്ലോറിൽ എത്തിക്കഴിഞ്ഞാൽ ആൾ നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഡോറ് തനിയെ അടയും. ആരോ വരുന്നു, നടക്കുന്നു. ഇത് ഈ വിഷയമായി അപ്പോൾ എൻ്റെ ഡെലിവറി ശുശ്രൂഷയ്ക്ക് വന്ന ആ ഹോസ്പിറ്റലിൽ നിന്ന് വന്ന നേഴ്സുമാർ ഈ വിഷയം വന്ന് എന്നോട് പറഞ്ഞു, ബ്രദറെ അവിടെ ആരോ ഉണ്ട്. ഞങ്ങൾ വ്യക്തമായി, അത് ഞങ്ങൾ ഒരാളല്ല കണ്ടിരിക്കുന്ന, ആ വാർഡിൽ ജോലി ചെയ്യുന്ന പലരും അത് കണ്ടിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇത് കഴിഞ്ഞ ഉടനെ പിന്നെ ലിഫ്റ്റ് കേടായി ആൾക്കാരുമായിട്ട് കേടായി നിൽക്കുക. പിന്നെ ലിഫ്റ്റ് ശരിയാക്കാൻ ആൾ വരുന്നത് വരെ ലിഫ്റ്റ്, അത് കഴിയുമ്പോൾ വീണ്ടും ആഭിചാരങ്ങൾ നടത്തുക. അറിയപ്പെടുന്ന ഒരു ഹോസ്പിറ്റലിൽ നടക്കുന്ന സംഭവമാണത്. മിക്കപ്പോഴും ആഭിചാരങ്ങളാണ്. അങ്ങനെ ഈ കുറേ സംഭവങ്ങൾ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ മെസ്സേജ് എടുത്തപ്പോൾ ഈ ഹോസ്പിറ്റൽ കടം കയറി പൂട്ടുന്നതായിട്ട് മെസ്സേജ് കണ്ടു. അപ്പോൾ ഞാൻ അവിടെ അവിടെ ജോലി ചെയ്യുന്ന 2-3 പേർക്ക് പറഞ്ഞു, മാറാൻ പറ്റുന്നെങ്കിൽ മാറിക്കോ, കാരണം നിങ്ങൾക്ക് അവസാനം സാലറി പോലും തരാൻ പറ്റാത്ത അവസ്ഥയാകുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ചിലവരൊക്കെ അത് കേട്ടിട്ട് മാറി. ഇപ്പം ഞാൻ ഈ അടുത്ത സമയത്ത് മറ്റൊരു ഹോസ്പിറ്റൽ, അതും എറണാകുളം ജില്ലയിൽ തന്നെ, ഞാൻ ആഭിചാര കർമ്മങ്ങൾ നടക്കുന്നതായിട്ട് കണ്ടു. നമ്മുടെ ജീസസ് വിഷനിലുള്ള ഒരു പെൺകുട്ടി അവിടെ ഈ മരുന്ന് മെഡിക്കൽ സ്റ്റോർ ഫാർമസിയിൽ ജോലി കിട്ടി അവിടെ ചെന്നപ്പോൾ ഈ ആഭിചാരം ചെയ്യുന്ന സാധനങ്ങളുടെ ഫാർമസിയിൽ എടുത്ത് വെച്ചിരിക്കുകയാണ്. ഇതിവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ആ പേഷ്യൻ്റ് കുറവായിരുന്നു. ഈ ആഭിചാര കർമ്മം കഴിഞ്ഞ ഉടനെ പേഷ്യൻ്റ് കൂടാൻ തുടങ്ങി. ഭയങ്കരമായിട്ട് പേഷ്യൻ്റ്. ഇപ്പോൾ കാർ പാർക്കിങ്ങിന് വേണ്ടി സ്ഥലങ്ങൾ ഇങ്ങനെ മേടിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുക. ഞങ്ങൾ ആദ്യം അവിടെ ചെല്ലുമ്പോൾ അധികം പേഷ്യൻ്റൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ ആഭിചാര കർമ്മം, നല്ല മിടുക്കനായ ആഭിചാരക്കാരനാണ് വന്നതെന്ന് തോന്നുന്നു. അടിയോടടിയാണ്, നല്ല പേഷ്യൻ്റ് വരുന്നുണ്ട്. ഇപ്പോൾ ഇങ്ങനെ ഈ പേഷ്യൻ്റ് വരുന്നു. പക്ഷേ ആ ഹോസ്പിറ്റലും ഇപ്പോൾ പറയാൻ തുടങ്ങി, ഇത് കണക്ക് ഒരു റൂമിൽ കോളിംഗ് ബെല്ലടിക്കും. ഇവർ ചെന്ന് നോക്കുമ്പോൾ ആളില്ല. ആ റൂമിൽ നിന്ന് കോളിംഗ് ബെല്ല് വരും. ആ റൂമിൽ നിന്ന് അങ്ങനെ അവിടെ ഹോസ്പിറ്റലിൽ ജോലി ചെയ്ത നേഴ്സുമാരൊക്കെ പതുക്കെ റിസൈൻ ചെയ്ത് ജീവനം കൊണ്ട് രക്ഷപ്പെടുകയും ചെയ്തു. ഇപ്പോൾ അതാണ് അവിടെ തുടങ്ങിയിട്ടുണ്ട്. കണ്ടോ, രണ്ടിടത്തും ഒരേ സ്വഭാവം പ്രകടമാകുന്നുണ്ടോ? ആഭിചാര കർമ്മവുമായി ബന്ധപ്പെട്ട് രണ്ടിടത്തും ഒരേ സ്വഭാവം പ്രകടമാകുന്നുണ്ടോ? നമ്മൾ അറിയുന്നില്ല. പല ഫാർമസിയും അതുപോലെ തന്നെ പല ഹോസ്പിറ്റലൈസ് ഉള്ള പ്രവർത്തനങ്ങളിലും ആഭിചാര കർമ്മങ്ങളുണ്ട്. നമ്മൾ വിചാരിക്കും മറ്റ് ഇതിനകത്താണ് അല്ല ഭക്ഷണത്തിലാണ് ആഭിചാരം ഉള്ളതെന്ന് വിചാരിക്കും. അങ്ങനെയൊന്നുമല്ല. ടാബ്ലറ്റ്സ്, നമ്മൾ കഴിക്കുന്ന ടാബ്ലറ്റ്സ് മന്ത്രവാദം കഴിഞ്ഞ് വരുന്നതാണ്. എല്ലാം ഇല്ല, ചിലത്. ഹോസ്പിറ്റലിലെ ഇതുപോലുള്ള അന്ധവിശ്വാസമുള്ള ഹോസ്പിറ്റലിൽ ശ്രദ്ധിക്കണം. നിരീശ്വരവാദികൾ പറയും നിങ്ങൾക്ക് രോഗമുണ്ടെങ്കിൽ രോഗശാന്തി ശുശ്രൂഷ വേണ്ട, ഹോസ്പിറ്റലിൽ പോടാ. ഹോസ്പിറ്റലുകാരും ഡോക്ടർമാരും എന്ത് ചെയ്യുന്നത്, ഉഗ്രൻ ആഭിചാരക്കാ ചെയ്തിട്ടാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ ഇതാണ് ഒരു ഭാഗം മാത്രം കേൾക്കുന്ന പൊതുജനമാണ് വഴിതെറ്റുന്നത്.
നിങ്ങളിത് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഏത് ഹോസ്പിറ്റലാണ്, ഇതൊക്കെ നിങ്ങളൊന്ന് കാര്യമായിട്ട് പോയി ഒന്ന് അന്വേഷിച്ച് നോക്കും, നിങ്ങൾക്കും കിട്ടും. ഇതൊക്കെ പബ്ലിക്കായിട്ട് അവർ ചെയ്യുന്നത്. മന്ത്രവാദങ്ങളും പൂജാകർമ്മങ്ങളൊക്കെ നടത്തുന്നത് പബ്ലിക്കായിട്ടാണ് അവർ ചെയ്യുന്നത്. ഇപ്പം ഇതൊക്കെയാണ് പല ഹോസ്പിറ്റലിൻ്റെയും അവസ്ഥകൾ. ഈ ഹോസ്പിറ്റലിലേക്കാണ് നമ്മൾ പേഷ്യൻ്റായിട്ട് ചെന്നാൽ, ഒരു സാത്താൻ്റെ അധികാരമോ സാത്താൻ്റെ പവറോ ഉള്ള ഒരു വ്യക്തി കീഴ്പ്പെട്ട് അയാൾ ആ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ, ഈ ആഭിചാരം നടക്കുന്ന ഹോസ്പിറ്റലും ഇതേ അവസ്ഥയിൽ പെട്ട ഒരു പേഷ്യൻറ്റും അവിടെ കിടക്കാൻ ചെന്നാൽ സാത്താന് 100% ആ പേഷ്യൻറ്റിനെ ഉപദ്രവിക്കാൻ സാധിക്കും. കാരണം ഹോസ്പിറ്റലേ അവൻ്റെതാണ്. മനസ്സിലായോ? ഹോസ്പിറ്റലതേ അവൻ്റെയാണ്, അവൻ്റെ കൺട്രോളിലാണ് ആ ഹോസ്പിറ്റലിൽ പോകുന്നത്. അപ്പോൾ സാത്താന് 100% പേഷ്യൻറ്റിനെ ഉപദ്രവിക്കാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അതുകൊണ്ടാണ് എത്രയോ പേർ മരുന്നില്ലാതെ, എത്രയോ പേർക്ക് അപകടത്തിൽ മരണപ്പെടുന്നുണ്ട്, എത്രയോ പേര് ഒരു അശ്രദ്ധ മൂലം മരണപ്പെട്ടു പോകുന്നുണ്ട്. ഇല്ലെന്നൊന്നും ഹോസ്പിറ്റലുകാർക്ക് പറയാൻ പറ്റത്തൊന്നുമില്ല. ഇത് കാരണം എന്ന് പറഞ്ഞാൽ ഈ ഒരു മേഖല, ഈ ഈവിൾ സ്പിരിറ്റിൻ്റെ മേഖല വളരെ ശക്തമായി ഇപ്പോൾ ഉപയോഗപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. പൗലോസിൽ പ്രവർത്തിച്ച ആത്മശക്തി, പവർ നമ്മളിൽ പ്രവർത്തിക്കണമെങ്കിൽ എന്തായി? നമ്മളെടുക്കുന്ന മാനസാന്തര തീരുമാനത്തിന് ശേഷം നമ്മൾ എന്തായി മാറണം? നമ്മൾ പവർഫുൾ ആൾക്കാരുമായിട്ട് പ്രാർത്ഥനയിൽ ഇരുന്ന് ദൈവത്തിൻ്റെ അകത്തു നിന്ന് നീ എന്ത് ചെയ്യണം മകളെ, നീ എന്ത് ചെയ്യണം മകനെ, ഈ വർക്കിനായി ഇങ്ങനെ വെയിറ്റ് ചെയ്യുക. സാധാരണ ആൾക്കാർ ചെയ്യുന്നത് വരങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, വരങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, എന്ത് ഞാൻ ചെയ്യണം, ഗോഡ് എന്ത് പറയുന്നു അത് കേൾക്കാൻ വേണ്ടി കൂടുതൽ പഠിക്കാനായി. അപ്പോൾ പൗലോസ് അറിവില്ലാത്തത് കാരണമാണ്, പൗലോസിന് സഭയെക്കുറിച്ച് അറിയത്തില്ല, അത് കാരണമാണ്. നിങ്ങൾ കുഞ്ഞിലെ മുതലേ ജനിച്ചു വളർന്ന ക്രിസ്ത്യാനികളല്ലേ, നിങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല. ഇവിടെ ആരാണ് യഥാർത്ഥത്തിൽ അപ്പോസ്തലിക ഉപദേശത്തിൽ കേരളത്തിൽ ജീവിക്കുന്ന ആരാ? ആർക്കെങ്കിലും അപ്പോസ്തലിക ഉപദേശം അറിയാമോ? ഇവിടെ എല്ലാവരും ജീവിക്കുന്നത് റോമൻ സായിപ്പിൻ്റെ തന്ത്രങ്ങളിലാണ് ജീവിക്കുന്നത്, സുവിശേഷത്തിലല്ല ജീവിക്കുന്നത്. ഹല്ലേലൂയ. സായിപ്പുമാർ നമ്മളെ കളിപ്പിച്ചതും അതുപോലെ തന്നെ അമേരിക്കൻ റോമൻ സായിപ്പുമാർ ഇവിടെ വന്ന് പറഞ്ഞിരിക്കുന്ന സ്വാർത്ഥതയുടെ വാക്കുകളെ നമുക്കറിയാവൂ. ബൈബിൾ യഥാർത്ഥത്തിൽ എന്താണെന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് അജ്ഞതയുടെ കാലഘട്ടത്തിൽ ജീവിച്ച നമ്മൾ യഥാർത്ഥത്തിൽ എന്ത് ചെയ്യണം? നമ്മൾ ഇരുന്ന് സത്യസുവിശേഷം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതിനായിട്ട് ഇങ്ങനെ മാറുന്നവരാ. പിന്നെ അവരൊരു തീരുമാനം എടുക്കണം. ഇങ്ങനെ മാറുന്നവർ ഇനി പഴയ വ്യവസ്ഥയിലേക്ക് ഞാൻ പോകണമെങ്കിൽ ശവപ്പെട്ടി അല്ലാതെ മറ്റൊരു മാർഗമില്ല. അതാണ് പ്ലാൻ ചെയ്യേണ്ടത്. ശവപ്പെട്ടി, അതുവരെ ഞാൻ വേറെ ആളാ. അതാ, ഒരു ശവപ്പെട്ടി എൻ്റെ ബോഡിയിൽ കിടക്കുന്നത് വരെ ലോകമെതിരാവും, സഹോദരങ്ങൾ എതിരാവും, എന്തിനു ഞാൻ ചെയ്യുന്ന ജോലി ചെയ്യുന്ന സ്ഥാപനം പോലും എനിക്കെതിരാവും. ദൈവം എതിരാകത്തില്ല. മറ്റേത് സഹോദരങ്ങൾ കാണും, ഇടവക കാണും, സഹോദരങ്ങൾ കാണും, ബന്ധുക്കൾ കാണും, ഇടവക കാണും, ജോലി സ്ഥാപനം കൂടെ കാണും, ദൈവം കാണത്തില്ല. ഏതാ വേണ്ടത്? രണ്ടിലൊന്നേ കിട്ടത്തോളൂ. ദൈവം വേണമെങ്കിൽ സഹോദരങ്ങൾ എതിരാവോ, ബന്ധുക്കൾ എതിരാവോ, സ്വന്തക്കാരെതിരാകോ, ജോലി സ്ഥാപനം എതിരാവോ, ഇടവക എതിരാവോ, സകലത് നിനക്കെതിരാകും. ദൈവം കാണും. യേശുവേ ആരാധന. ഹല്ലേലൂയ. ഈ ശക്തിയിൽ നിൽക്കണം, ഈ പവറിൽ നിന്നാൽ, ഈ ചൈതന്യത്തിൽ നിന്നാൽ ആകാശം തുറക്കപ്പെടുക. ഓ, നിന്റെ പേര് പറഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ ദൂതിറങ്ങാം, ദൈവത്തിന്റെ ശക്തി ഇറങ്ങാം. ആമേൻ. അത്യുന്നതനായ ദൈവം നിന്നെ കുറിച്ചുള്ള പദ്ധതി വെളിപ്പെടുത്തി തരും. അപ്പോൾ നമ്മൾ അറിയാതെ പറയും, നിന്നതല്ല നാം, ദൈവം നമ്മെ നിർത്തിയതാ. ഞാൻ നിങ്ങളുടെ മറ്റൊരു കാര്യം പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇത് പേഴ്സണൽ എൻ്റെ അഭിപ്രായമാണ്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സ്വീകരിക്കുക. ഈ പറയുന്ന കാര്യങ്ങൾ എൻ്റെ അഭിപ്രായമാണ്. പക്ഷെ ഞങ്ങൾ പഠിച്ച ഈ
പിന്നെ പൈശാചിക ബന്ധന മോചന ശുശ്രൂഷയുമായിട്ട് ബന്ധപ്പെട്ട് പഠിച്ച മേഖലയുമായി ആഭിചാര മന്ത്രവാദങ്ങളും ഒക്കെ പൈശാചികമായ കെട്ടുകളുണ്ടെന്ന് വിശ്വസിക്കുകയും ബൈബിൾ അങ്ങനെ പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അതിന് തെളിയിച്ചിട്ടുമുണ്ട്. ബന്ധനം വഴിഞ്ഞവർക്ക് ആ രോഗം മാറിയിട്ടുമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത്. ഈ പേഷ്യൻ്റ് വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ആ വീട്ടിൽ തട്ടലും മുട്ടലും ഉണ്ടായി, ആ വീട്ടിൽ ബഹളമായി. അങ്ങനെയുള്ള വിഷയം എന്തുകൊണ്ടുണ്ടായി? അപ്പോൾ ഇവൾ പറയുന്നത് ഇവൾ സാത്താൻ ആരാധനയ്ക്ക് പോയിട്ടുണ്ട്. മന്ത്രം ഇപ്പോൾ പോകത്തില്ലെന്നൊരു തീരുമാനമെടുത്ത സമയം മുതലാണ് ഈ ശത്രു പ്രവർത്തിക്കാൻ തുടങ്ങിയത്. ശത്രു ഇവക്ക് എതിരായി മാറി. അവൻ്റെ അധികാരം ഉപയോഗിക്കാൻ തുടങ്ങി, അവൻ്റെ ശക്തി ഇവക്കെതിരെ ഉപയോഗിക്കാൻ തുടങ്ങി. അതിനേക്കാൾ അധികാരമുള്ള, അതിനേക്കാൾ ശക്തിയുള്ള മറ്റൊരു ദൈവദാസി ചെന്ന് ഈ എണ്ണയിട്ട് അഭിഷേകത്താലുള്ള അനോയിൻറ്റിങ് ഓയിൽ പുരട്ടിക്കഴിഞ്ഞപ്പോൾ വ്യത്യാസങ്ങൾ വരാൻ തുടങ്ങി. രക്ഷിക്കാനായിട്ട് സാധിച്ചു. ഹല്ലേലൂയ. ഇനി നമ്മൾ ശ്രദ്ധിക്കുക, ഈ അധികാരവും സാത്താൻ്റെ അധികാരവും സാത്താൻ്റെ ശക്തിയും ഹോസ്പിറ്റലിൽ എത്തിക്കാനായി സാത്താൻ നേരിട്ടാണോ വന്നത്, അതോ ഏതെങ്കിലും മീഡിയേറ്ററിനെ ഉപയോഗിച്ചോ? പറഞ്ഞേ. മീഡിയേറ്റർ ആരാണ്? ആ മീഡിയേറ്റർ ആരാണ്? പേഷ്യൻ്റ് അല്ല, മന്ത്രവാദിയാണ് അവിടെ. ഒരു ആ സാത്താൻ്റെ ശുശ്രൂഷ ചെയ്യുന്ന ഒരാളവിടെ ഉണ്ടാവണം. ബ്ലാക്ക് മാജിക് ചെയ്യുന്ന ഒരാളവിടെ ഉണ്ടാവണം. ഉണ്ടായാൽ മാത്രമേ അവിടെ അതിൻ്റെ ആ ശക്തി ബലപ്പെട്ട് വരുത്തുള്ളൂ. എന്ന് പറയുന്നത് പോലെ സാത്താൻ തൻ്റെ അധികാരങ്ങൾ, വളരെ നിങ്ങൾ നോട്ട് ചെയ്യുക, സാത്താൻ തൻ്റെ അധികാരങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽ എടുക്കണമെങ്കിൽ, തൻ്റെ ശക്തി നിങ്ങളുടെ കുടുംബത്തിൽ എടുക്കണമെങ്കിൽ മന്ത്രവാദി മാത്രമല്ലാതെ സാത്താന് പ്രവർത്തിക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ആരെയാണ് ഉപയോഗിച്ചത്? മന്ത്രവാദിയാണ്. ഇങ്ങനെയുള്ള കാര്യത്തിന്, അതായത് ഈ പേഷ്യൻ്റെ കാര്യത്തിന് ഉപയോഗിച്ചിരിക്കുന്നത്. മന്ത്രവാദിയുടെ അടുത്ത് പോയത് കാരണവും സാത്താൻ ആരാധനയ്ക്ക് പോയത് കാരണമാണ് അവളിൽ അത് വന്നത്. അത് കാരണം ഹോസ്പിറ്റലിൽ വെച്ച് അവിടെ അവയവങ്ങളെ നശിപ്പിച്ച് കൊല്ലാൻ നോക്കി. അതിൽ നിന്ന് ക്രിസ്തു ശിഷ്യ പോയി രക്ഷപ്പെടുത്തി കൊണ്ടുവന്നു. ഇനി ഇത് നിങ്ങൾ ശ്രദ്ധിച്ചോളുക. അതായത് മന്ത്രവാദിയെ ഒരു മീഡിയേറ്ററായിട്ട് നിർത്തി സാത്താൻ ഇപ്രകാരം ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, സാത്താന് ക്രിസ്തീയ സഭയെ, ക്രിസ്തുവിനെ ഉപദ്രവിക്കാൻ എന്ത് ചെയ്യാൻ പറ്റും? മന്ത്രവാദിയെ വെച്ച് ഉപദ്രവിക്കാൻ പറ്റുമോ? എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളൊന്ന് ആലോചിച്ചിട്ട് ഉത്തരം പറഞ്ഞു. ക്രിസ്തീയ സഭയെ ഉപദ്രവിക്കണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? എന്താണ് ഐഡിയ? എന്താണ് ഐഡിയ? നേരിട്ട് ഉപദ്രവിക്കാൻ പറ്റത്തില്ല. അല്ല, ക്രിസ്തീയ സമൂഹത്തിലെ ജനങ്ങളെ നശിപ്പിക്കണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? അതിനൊരു മീഡിയേറ്ററാണ്, ഒരു ഏജന്റ് അതിനകത്ത് വേണം. ഒരു ഏജന്റ് ഇല്ലാതെ ക്രിസ്തീയ സമൂഹത്തെ എങ്ങനെ നശിപ്പിക്കും? മന്ത്രവാദിക്ക് ക്രിസ്തീയ സമൂഹത്തിലേക്ക് കയറി വരാൻ പറ്റുമോ? അതായത് അതിനുള്ള ഇതെന്ന് പറഞ്ഞത് സുവിശേഷകർ, പുരോഹിതർ, ഇവരല്ലാതെ വേറെ വഴിയില്ല. ഇപ്പം നിങ്ങൾക്ക് പിടികിട്ടിയോ? ഈ മിനിസ്ട്രി ഇട്ട ലീഡേഴ്സിനെ കൊണ്ട് മാത്രമേ സാത്താന് തൻ്റെ അധികാരം സഭയിലേക്ക് ഇറക്കാൻ പറ്റത്തുള്ളൂ, അല്ലാതെ ഇറക്കാൻ ഒരിക്കലും പറ്റത്തില്ല. അതുകൊണ്ട് സാത്താൻ വ്യാജമായ മിനിസ്ട്രി നേതാക്കന്മാരെ രംഗത്തിറക്കും. ഒരു മന്ത്രവാദിക്ക് വരാൻ പറ്റുമോ? ഒരിക്കലും പറ്റത്തില്ല. വന്നു കഴിഞ്ഞാൽ അയാളുടെ വേഷവും വരുമ്പോൾ എത്ര പള്ളിയിൽ പോകാനും പറയും, ഈ വീട് ഞങ്ങളുടെ കുടുംബം പൂർവീയ കുടുംബമാണ്, ഇവിടുന്ന് മന്ത്രവാദികൾക്കൊന്നും ഇവിടെ സ്ഥാനമില്ല, ഇങ്ങനെ പറയത്തില്ലയോ? അല്ലേ? കറക്റ്റ് അല്ലേ? അതേസമയം ഒരു പ്രയർ ഗ്രൂപ്പ് അല്ലെങ്കിൽ അയവൻ പോയിരിക്കുന്ന, അവൻ വിശ്വസിക്കുന്ന അതേ മിനിസ്ട്രിയിലുള്ള ഒരു പാസ്റ്റർ ആയിക്കൊള്ളട്ടെ, ഒരു പുരോഹിതനായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ ഒരു മിനിസ്ട്രി ഇട്ടിരിക്കുന്ന ഒരു ഇൻഡിപെൻഡൻറ്റ് ബ്രദർ ആയിക്കൊള്ളട്ടെ, വന്നു കഴിഞ്ഞാൽ ഓക്കെ വാ, അപ്പോൾ സാത്താന് അകത്ത് കയറാൻ എളുപ്പമായി. റൈറ്റ്? ഇത് ഒരു മനുഷ്യൻ ഇത് മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ട് സാത്താൻ്റെ ആവശ്യമാണ് നേർച്ച കാഴ്ചകളുള്ള ചർച്ചുകൾ ഇടണമെന്നുള്ളത്. കോഴിവെട്ട് പള്ളി ഇടണമെന്നുള്ളത് ആരുടെ ആവശ്യമാണ്? സാത്താൻ്റെ ആവശ്യമാണ്. പള്ളികളിൽ ഈ രാക്ഷസ നേതാവിനെ കുടവയറൊക്കെ വെച്ച് അത്തപ്പൂവൊക്കെ ഇട്ട് പള്ളികളിൽ അങ്ങനെ ഒരു പ്രോഗ്രാം നടത്തി തിരുവാതിര കളിക്കാൻ അറിയാത്ത കൊച്ചമ്മമാരെ കൊണ്ടെല്ലാം സാരി ഉടുപ്പിച്ച്, സെറ്റ് സാരി ഉടുപ്പിച്ച് തിരുവാതിര കളിപ്പിക്കുക. ഇതൊക്കെ ആർക്കാ ആവശ്യം? യേശുവിന് ഇതൊക്കെ ആവശ്യമുണ്ടോ? യേശുവിനാണോ ഇതെല്ലാം ആവശ്യം? ഈ കൊച്ചമ്മമാരെ കൊണ്ട് എല്ലാം കൂടെ നിന്നുകൊണ്ട് തിരുവാതിര കളിക്കുക, അതിൻ്റെ അടുക്ക് ഇതെല്ലാം കണ്ടുകൊണ്ട് മാന്യനായി
ഒരു ഭക്തൻ നിന്ന് കണ്ടുകൊണ്ട് നോക്കി രസിച്ചുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ ആർക്കാ ആവശ്യം? ഭക്തൻ ഇതെല്ലാം കണ്ടുകൊണ്ടേ കുഞ്ഞമ്മമാരെ തിരുവാതിര കളിക്കുന്ന കണ്ടുകൊണ്ട് നോക്കി രസിച്ച് അവിടെ നിൽക്കുന്നു, അത് സോഷ്യൽ മീഡിയയിൽ കൊടുക്കുന്നു. ഇതെല്ലാം ആവശ്യം ആരുടേതാണ്? ഈശോയ്ക്ക് ഇത് വല്ല ആവശ്യമുണ്ടോ? നമ്മളൊന്ന് ചിന്തിക്കും. ഈശോ മനുഷ്യൻ്റെ ആത്മാവിനെ തേടി നടക്കുകയാണ്. ആത്മാവിനെ രക്ഷയിലേക്ക്, ആത്മഹത്യയിൽ നിന്ന് ഈശോയ്ക്ക് മനുഷ്യനെ രക്ഷിക്കണം. മറ്റുള്ളവരെ കൊല്ലുന്ന സ്വഭാവത്തിൽ നിന്ന് കുഞ്ഞാടാക്കി ഒരുവനെ മാറ്റണം. ഇതൊക്കെയാണ് ഈശോയുടെ ആഗ്രഹം. അല്ലാതെ ഒരു നാടിൻ്റെ ഫെസ്റ്റിവൽ അല്ലേ അതുകൊണ്ട് തിരുവാതിര കളിക്കുക, ഇതൊന്നും ഈശോയ്ക്ക് ആവശ്യമില്ല. ഇതൊക്കെ ആവശ്യമുണ്ടെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഇപ്പം നമ്മൾ ഓണം ആഘോഷിക്കരുത് എന്ന് പറഞ്ഞാൽ കടിച്ച് കൊല്ലുന്ന ദേഷ്യം എങ്ങനെ ഈ ക്രിസ്ത്യാനികൾക്ക് ഉണ്ടാകുന്നുണ്ട്? ഭയങ്കരമായ ദേഷ്യമല്ലേ? നമ്മളെ വാരി കടിച്ച് തിന്നാൻ തോന്നും. ഇവർക്കെന്താ ഇത്ര ദേഷ്യം? പള്ളി ക്രിസ്തുവിന് മാത്രമുള്ളതാണ്, പള്ളി ത്രിയേക ദൈവത്തെ ആരാധിക്കാനുള്ളതാണ് എന്നാണ് ഒരുവൻ പറയുന്നത്. നിങ്ങളിത് അന്യ ആരാധന ചെയ്യരുത് എന്ന് പറഞ്ഞാൽ ഇത്ര ദേഷ്യം എന്തുകൊണ്ടാണ് വരുന്നത്? ഈ ദേഷ്യം ആരുടേതാണ്? എങ്ങനെ ഇവർക്ക് ഈ ദേഷ്യം വരുന്നു? ഇത് ചിന്തിച്ച് നോക്ക്. കോഴിവെട്ട്, മദ്യപാനം ചെയ്യരുത്, പാടില്ല എന്ന് ഒരു സൈഡിൽ പ്രസംഗിച്ചുകൊണ്ട് മദ്യ വിരുദ്ധ സമിതി തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒരു സൈഡിൽ ചെയ്യുന്നു. അതേ സഭയിൽ തന്നെ കോഴിവെട്ടും മദ്യം കഴിച്ചുകൊണ്ടുള്ള നേർച്ച. അതേ സഭയിൽ തന്നെ മദ്യവിരുദ്ധ സമിതി ഇട്ടിരിക്കുന്ന സഭയിൽ തന്നെ പന്തൽ കെട്ടിക്കൊടുത്തിരിക്കുവാണ് കോഴിവെട്ടിനും നേർച്ചയ്ക്കുമായിട്ട്. അത് മദ്യം കഴിച്ചാണ് നേർച്ച. എങ്ങനെയുണ്ട്? എന്നാൽ ഇവരാദ്യം ചെയ്യേണ്ട, ഈ സമിതി ആദ്യം ചെയ്യേണ്ടത് മെയ് മാസം ആകുമ്പോൾ ഒരു വടി എടുത്തുകൊണ്ട് നേരെ ചെന്നിട്ട് ഇത് കർത്താവിൻ്റെ പള്ളിയാണ്, ഇത് സ്കൂൾ പരിസരമാണ്, ഇവിടെ നേർച്ചയൊന്നും പറ്റത്തില്ല, ഇത് തെറ്റാണ്, ഇവിടെ മദ്യം പറ്റത്തില്ല, മദ്യം കയറ്റാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് ഇവരാദ്യമേ മാതൃക കാണിച്ചു കൊടുത്തിട്ട് വേണം ഇവർ പൊതുജനങ്ങളുടെ ബാർ അടയ്ക്കാനായിട്ട് ഇറങ്ങേണ്ടത്. അല്ലേ? കറക്റ്റ് അതല്ലേ അത്? ഇങ്ങനെ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ധാരാളം പേരെ ഇതിലേക്ക് ഇറക്കിയേ പറ്റത്തുള്ളൂ സാത്താൻ. എന്നാലേ ഒരു കൂട്ടം ജനത്തെ നശിപ്പിക്കാൻ സാധിക്കത്തുള്ളൂ. ഇന്നത്തെ പുതിയ തലമുറ എത്ര പേർക്ക് ജീസസിനെ അറിയാം? എത്ര പേർക്ക് ബൈബിൾ അറിയാം? അതിനുള്ള വഴി വെച്ച് കൊടുത്ത് സാത്താൻ ജയിച്ചു വന്നു. ഇതിൻ്റെ അകത്ത് കയറി. ഇപ്പം അവൻ്റെ അതോറിറ്റിയാണ്, അവൻ്റെ ശക്തിയാണ്, അവൻ്റെ ശക്തിയിലാണ് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾ ശ്രദ്ധിച്ചുകൊള്ളുക. ഇവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ ക്രിസ്തീയ സഭയിലേക്ക് അന്ധകാരത്തിന് വരണമെങ്കിൽ ഏതാണ് വഴി? പറഞ്ഞ മീഡിയ ഏജൻ്റ് ആരായിരിക്കും? മെയിൻ ആരാണോ ലീഡർ അയാളാണ് ഏജൻ്റായിട്ടിരിക്കുന്നത്.